ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെയുള്ള ടോയ്സ് ഒന്നും കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. സ്വന്തമായിട്ട് ഉജാലക്കുപ്പിയൊക്കെ കട്ട് ചെയ്ത് ചെരുപ്പിൻ്റെ റബ്ബർ മെറ്റീരിയൽ കൊണ്ട് വീലൊക്കെ ഉണ്ടാക്കി ഉന്തുവണ്ടിയൊക്കെ ഉണ്ടാക്കിയാണ് നമ്മളൊക്കെ കളിച്ചിരുന്നത്. പിന്നെ ബേസ് ബോർഡ് കൊണ്ട് മിനിയേച്ചറായിട്ടുള്ള ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് വണ്ടികൾ വീടുകളിലുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തൊട്ടടുത്ത വീട്ടിലെ കൂട്ടുകാർക്കൊക്കെ ഒരു പെഡൽ സൈക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നിൽക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സ്വന്തമായിട്ടൊരു പെഡൽ സൈക്കിൾ പോലും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ ആ സൈക്കിളുകളൊക്കെ നോക്കി നിന്ന് കൊതിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് വണ്ടികൾ ഇതുപോലെ ഉണ്ടാക്കിയതും റിപ്പയറിന് വരുന്നതും ഒക്കെ ആയിട്ട് വീട്ടിലുണ്ട്. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ നമ്മൾ കറൻ്റ്ലി ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പോർട്സ് കാറാണ്. ഇത് ഫുള്ള് സസ്പെൻഷനൊക്കെ കയറ്റി അടിപൊളിയായിട്ട് പണിതുകൊണ്ടിരിക്കുന്നതാണ്. മൂത്ത മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു സൈക്കിള് രണ്ടാമത്തെ മോൾക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സാധാരണ ഒരു സൈക്കിള് ഇലക്ട്രിക് ആക്കി കൺവേർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഈ ഒരു കണ്ടീഷനിൽ കിടന്ന ഓട്ടോറിക്ഷയാണത്. നമ്മളൊരു തമിഴ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറിലേക്കൊക്കെ ആക്കി ഇട്ടിരിക്കുന്നതാണ്. കോമഡി ഉത്സവത്തിലും ലാലേട്ടൻ്റെ കൂടെ മൈജി ഉത്സവം വിത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഷോയിലൊക്കെ പങ്കെടുത്ത ഒരു ഓട്ടോറിക്ഷയാണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വണ്ടികൾ ഒരിക്കലും വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ. അത് എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. കാരണം അത് നമുക്ക് ഒരിക്കലും വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫേർട്ടിനുള്ള ഒരു കോസ്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഒരുപാട് കോസ്റ്റ് വരും. അത് വാങ്ങുന്നവർക്ക് അഫോർഡ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഒരുപാട് വണ്ടികൾ റിപ്പയറിനൊക്കെ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെയുള്ള വണ്ടികളൊന്നും പേരൻസിന് വാങ്ങിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പിള്ളേർക്കൊക്കെ ഇതുപോലെ വണ്ടികൾ ഓടിക്കണം എന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോരെ. എപ്പോൾ വന്നു കഴിഞ്ഞാലും എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ വണ്ടികളൊക്കെ നിങ്ങൾക്ക് എത്ര സമയം വേണേലും ഓടിച്ച് കളിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. എൻ്റെ പിള്ളേർക്കാണേലും ചെറുപ്പം മുതലേ ഞാനിങ്ങനെ വണ്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഓടിച്ച് കൊതിയൊക്കെ തീർന്നതുകൊണ്ട് ഏത് പിള്ളേർ വന്നു കഴിഞ്ഞാലും അവരെ കൊണ്ട് ഓടിപ്പിക്കുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കട്ടപ്പന ടൗണിൽ നിന്നും 3 കിലോമീറ്റർ മാറി നരിയമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കട്ടപ്പന ഭാഗത്തേക്കൊക്കെ പിള്ളേരെ കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് ഇതെല്ലാം കാണാവുന്നതാണ്. പിള്ളേർക്ക് ഓടിക്കണമെന്ന് തോന്നുന്ന വണ്ടികളൊക്കെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികളും ഓടിക്കാം. ഇപ്പോൾ നമ്മളൊരു പാർക്കിൽ പോയിട്ട് ഒരു റൈഡിന് ഇതുപോലുള്ള ടോയ് എടുക്കണമെങ്കിൽ തന്നെ നല്ലൊരു റെൻറ്റ് വരും. അപ്പോൾ അതൊന്നും ഇവിടെ ആവശ്യമില്ല. അന്നേരം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികളും ഓടിച്ച് കളിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക്